എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജയൻ ആദർശിനോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മ ടെൻഷൻ അടിക്കുകയും ഈ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ചാണെന്നല്ലേ. പക്ഷേ അതിനെക്കുറിച്ചല്ല, ഇന്നും നിൻ്റെ വിഷമത്തെക്കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏതായാലും അതിനിപ്പം പരിഹാരം കാണുകയും ചെയ്തല്ലോ, സമാധാനമായി എന്ന് ജയൻ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയൊരു കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം എനിക്ക് മറച്ചു വെക്കാൻ പറ്റുന്നില്ല എന്ന് ആദർശ് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നീട് വേണുവിനെ കാണിക്കുന്നുണ്ട്. വേണുവിനോട് ഏതായാലും അനാമിക കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമല്ലോ. അതുകൊണ്ടാണ് വേണു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തും എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഒരിക്കലും നയനയും അവളുടെ അമ്മായിമ്മയും ഒത്തുപോകില്ല, അതെനിക്ക് ഉറപ്പാണ് എന്നാണ് വേണു പറയുന്നത്. അവരാരും വിചാരിച്ചിട്ടില്ലല്ലോ ദേവേൻ ഇങ്ങനെ മാറുമെന്ന്. അതുപോലെ നയന തിരിച്ചു വന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത അഭി നവ്യയോട് പോയി പറയുന്നുണ്ട്, ഇനിയിപ്പം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നിൻ്റെ സൂത്രക്കാരിയായ അനിയത്തിയും കൂടെ തിരിച്ചു വന്നല്ലോ എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ ഒരു കാര്യം നന്നായിട്ടൊന്ന് ചിന്തിക്കണം, എൻ്റെ സൂത്രക്കാരിയായ അനിയത്തി തിരിച്ചു വന്നത് കൂടുതൽ ശക്തിയായിട്ടാണ് എന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് അഭിയെ. പിന്നീട് തനിച്ചിരിക്കുന്ന നമ്മുടെ നയനയുടെ അടുത്തോട്ട് ചെല്ലുന്ന ദേവേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനെ അടുത്ത് വരുമ്പോഴേക്കും പയ്യെ എഴുന്നേൽക്കുന്ന നയനയാണ് കാണിക്കുന്നത്. എപ്പോഴും ഇനി നയനയ്ക്ക് സംരക്ഷണം ഒരുക്കി നയന പോലും അറിയാതെ ദേവയാനി ഒപ്പം ഉണ്ടാവും.